ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ സാന്റോസ് സമനില വഴങ്ങിയെങ്കിലും നെയ്മർ ജൂനിയർ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മത്സരത്തിൽ സാന്റോസിന് വേണ്ടി ഒരു ഗോൾ നേടിയത് നെയ്മറാണ്. ഇതിനു പുറമെ നല്ല രൂപത്തിൽ കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നെയ്മറുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. 90 മിനിറ്റ് കളിച്ചു, ഒരു ഗോൾ നേടി, 2 കീ പാസുകൾ നൽകി, 56 പാസുകൾ ആകെ നൽകി, 5 ഷോട്ടുകൾ ഉതിർത്തു, ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു, 99 ടച്ചുകൾ, 3 ഡ്രിബിളുകൾ പൂർത്തിയാക്കി, 33 ക്യാരീസ്, 5 റിക്കവറികൾ, 12 ഡുവൽസ് വോൺ ചെയ്തു. നെയ്മർ നല്ല രൂപത്തിലാണ് കളിച്ചത്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇത്. ഇനി മറ്റൊരു കണക്ക് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കുന്നു. സാന്റോസിന് വേണ്ടി അവസാനമായി കളിച്ച 15 മത്സരങ്ങളിൽ നിന്ന് 15 ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ശരാശരി ഓരോ മത്സരത്തിലും ഓരോ ഗോൾ പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അങ്ങനെ എല്ലാ മത്സരങ്ങളിലും നല്ല രൂപത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. സാന്റോസിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നെയ്മർ നടത്തുന്നുണ്ട്. ഫിസിക്കലി നെയ്മർ ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് 90 മിനിറ്റും നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് ഇനി നെയ്മറെ അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം നെയ്മർ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മികച്ച പ്രകടനവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടി ഇദ്ദേഹത്തെ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മാസം 18-ാം തീയതിയോട് കൂടിയാണ് നെയ്മറുടെ കാര്യത്തിലുള്ള ആഞ്ചലോട്ടിയുടെ അന്തിമ തീരുമാനം നമുക്ക് വ്യക്തമാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.